എല്ലാവർക്കും റൂബീസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഏതാണ് സ്ഥലമെന്നല്ലേ? ദുബായിലെ ലവ് ലേക്കാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ലവ് ലേക്കിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് വരാം. അപ്പം എല്ലാവരും റെഡിയാണല്ലോ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ ഓഫ് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഫ് റോഡിലൂടെ കുറച്ചധികം അകത്തോട്ട് പോകുമ്പോഴാണ് നമ്മൾ ലവ് ലേക്കിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നമ്മൾ ലവ് ലേക്കിൽ എത്തിയിട്ടുണ്ട്. കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. ഒരു 5 മിനിറ്റ് നടക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു ലേക്കിൻ്റെ ഭാഗത്തേക്ക് എത്തുന്നത്. ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ്. രണ്ട് സൈഡിലും നല്ല പൂക്കളും ഇലകളും ഒക്കെയുള്ള ചെടികളൊക്കെ രണ്ട് സൈഡിലും കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ നമുക്ക് ലേക്കിൻ്റെ കവാടം കാണാൻ പറ്റും. നല്ല അടിപൊളി കാഴ്ചകളുള്ള നല്ലൊരു സ്ഥലമാണ് നമ്മളുടെ ലവ് ലേക്ക്. അപ്പം ദുബായിലുള്ളവരാണെങ്കിൽ മിസ് ചെയ്യാതെ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ലവ് ലേക്ക്. മനസ്സിന് നല്ല കുളിർമയൊക്കെ നൽകുന്ന നല്ല അടിപൊളി ഒരു പ്ലേസാണ്. ഇതാണ് ലവ് ലേക്കിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത്. ഇത് ലവിൻ്റെ ഷേപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. പേര് പോലെ തന്നെ പല സ്ഥലങ്ങളിലും ലവിൻ്റെ ഷേപ്പിൽ പല ഷേപ്പിലിങ്ങനെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അകത്തൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലവ് ലേക്കിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. ഫുൾ പച്ചപ്പാണ്. ഫുൾ പച്ചപ്പും അതുപോലെ തന്നെ പൂക്കളും ഒക്കെയുള്ള ഒരു അടിപൊളി സ്ഥലമാണ് ലവ് ലേക്ക് എന്ന് പറയുന്നത്. ഇതാണ് ലവ് ലേക്ക്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഒരുപാട് തിരക്കില്ലെങ്കിലും കുറച്ച് തിരക്കുള്ള സ്ഥലമായിരുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ മീനുകളാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല കാഴ്ചകളും. ഇവിടെ മീനുകളും അതുപോലെ തന്നെ അരയന്നങ്ങളുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പല കളറിലുള്ള നല്ല അടിപൊളി മീനുകളെയൊക്കെ ഇവിടെ കാണാം. നമുക്ക് അടുത്തൂടെ പോയി കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ലേക്കിൽ നമുക്ക് ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും. കണ്ടില്ലേ, നല്ല അടിപൊളി മീനുകളാണ്. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ നീന്തി തുടിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ പറഞ്ഞില്ലേ നല്ല അടിപൊളി സ്ഥലമാണെന്ന്. കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. കുറച്ച് നടക്കാനൊക്കെയുള്ള സ്ഥലമാണ്. പിന്നെ ഈ ലേക്കിൻ്റെ സൈഡിലൂടെ ഒരു പാത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് നടക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ലേക്കിൻ്റെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ലേക്കിലൂടെ നമുക്ക് ഈ ലേക്ക് മുറിച്ച് കടക്കാൻ പറ്റും. പിന്നെ അരയന്നങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2 അരയന്നങ്ങൾ ഇവിടെ കാണാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മീനുകളുള്ള ആ ഒരു സ്ഥലത്താണ്. അതുകൊണ്ടാണ് അരയന്നങ്ങളെ വളരെ കുറച്ച് മാത്രമേ കാണാൻ പറ്റൂ. അരയന്നങ്ങൾ വേറൊരു സ്ഥലത്താണ്. അപ്പം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മീനുകളുള്ള ആ ഒരു സ്ഥലത്താണ്. അവിടെയും 2 അരയന്നങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതുപോലെ നല്ല ലവിൻ്റെ ഷേപ്പിലെല്ലാം നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ ലേക്ക് മുറിച്ച് കടക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഇരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഊഞ്ഞാൽ പോലെ ഇവിടെ ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ലേക്ക് ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ മുറിച്ച് അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ പറ്റുന്നത്. ഇപ്പോൾ ലേക്ക് മുറിച്ച് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ തൊട്ട് മുന്നിലൂടെ 2 മീനുകൾ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. മീനുകൾ ക്രോസ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. അത്ര അടുത്തൂടെ നമുക്ക് മീനുകളുടെ അടുത്തൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റും. ഇവിടെ ഈ ഒരു സ്ഥലത്ത് കുറേ അധികം മീനുകളെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് മീനുകൾ കൂട്ടം കൂടി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മീനുകൾക്ക് ഫീഡ് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ
കുറച്ചധികം മീനുകളെ കാണാൻ പറ്റും. അതിന് പ്രത്യേക ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മീനുകൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഇത് ലേക്കിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ്. ദാ ഈ ഒരു സൈഡിൽ കൂടെ മുകളിലോട്ട് കയറി വരാൻ നമുക്ക് പറ്റും. കയറി വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതാണ് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ, ലേക്കിൻ്റെ കാഴ്ചകൾ. ഇനി നമുക്ക് തിരിച്ച് എന്താ പറയുക, വന്ന വഴിയിലൂടെ തിരിച്ച് പോവുകയാണ്. വീണ്ടും ആ ഒരു ലേക്ക് മുറിച്ച് കടക്കുകയാണ്. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. തിരക്കില്ലാത്ത സമയത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത്. ഞങ്ങളൊരു 2:30 ആ ഒരു ടൈമിലാണ് വന്നത്. ഉച്ചയാണ്, പക്ഷേ ഇച്ചിരി വെയിലുണ്ടെങ്കിലും തിരക്കില്ലാതെ നമുക്ക് ഈ ഒരു സ്ഥലം കാണുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒരു 4 മണി സമയമായപ്പോഴത്തേനും നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്നും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ ഈ ഒരു ലേക്കിലൂടെ നടക്കുന്നതൊക്കെ നമുക്ക് നല്ലതുപോലെ ആസ്വദിച്ച് നടക്കാനൊക്കെ പറ്റും. ഒരുപാട് തിരക്കായി കഴിഞ്ഞാൽ നമുക്കതൊന്നും പറ്റില്ല. അതുകൊണ്ട് കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലം നല്ലതുപോലെ ആസ്വദിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ലവ് ലേക്കിലെ കാഴ്ചകൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ദുബായിലെ കാഴ്ചകളുമായിട്ട് കാണുന്നവരേക്ക് നന്ദി, നമസ്കാരം, താങ്ക് യു.